നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെற்றிക്കഴകത്തിന്റെ 1ാം വാർഷിക സമ്മേളനം ഇന്ന് മഹാബലിപുരത്ത് നടക്കും. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കമാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കവും അതേസമയം തന്നെ പാർട്ടിയുടെ ഒരു ശക്തി പ്രകടനവുമാണ് ഈ സമ്മേളനം. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ പങ്കെടുക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ, റഹീസ്? റീജിത്ത്, തമിഴക വെട്ടുകഴകത്തെയും വിജയം സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കാരണം പാർട്ടി രൂപീകരിച്ച ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു വാർഷിക സമ്മേളനം, ഒപ്പം 2ാം വർഷം എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണം, തങ്ങളുടെ തന്ത്രങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിക്കുന്ന ഒരു വേദിയാണിത്. തിരഞ്ഞെടുക്കപ്പെട്ട 2000 പേർക്കാണ് നിലവിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളത്. അത് ഏറ്റവും പ്രധാനമായും വരുന്നത് ഇത്തരത്തിൽ പ്രശാന്ത് കിഷോർ കൂടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ള വിവരം ലഭിച്ചതിന് ശേഷമാണ്. ഇന്നലെ രാത്രിയോടുകൂടി പ്രശാന്ത് കിഷോർ ചെന്നൈയിലെത്തി. ശേഷം വിജയുടെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ അല്ലെങ്കിൽ സമ്മേളനത്തിൽ പ്രശാന്ത് കിഷോർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ളതാണ് നിലവിലുള്ള വിവരം. അങ്ങനെയെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാകും. കാരണം TVK പ്രശാന്ത് കിഷോറിനെ ഇറക്കിയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തന്ത്രം ഒരുക്കുന്നത് എന്ന് ഏതാണ്ടൊക്കെയും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേ പ്രശാന്ത് കിഷോർ തന്നെയാകും എത്തരത്തിലാകും ഈ ഒരു പാർട്ടി അടുത്ത ഒരു വർഷം പ്രവർത്തിക്കേണ്ടത്, ഒപ്പം തന്നെ സഖ്യസാധ്യതകൾ, നടത്തേണ്ട പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, ഏറ്റവും പ്രധാനമായും കാണേണ്ട ജനവിഭാഗങ്ങൾ, ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചയുണ്ടാകും. എന്തായാലും വിജയുടെ ഇന്നത്തെ പ്രസ്താവനകളും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ശരി, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.